നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് LP-UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ബോധനശാസ്ത്രപരം എന്ന മേഖലയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബോധനശാസ്ത്രപരം എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം നടത്താം. ഇതിൽ പ്രധാനമായിട്ടും ബോധനശാസ്ത്രപരത്തിൽ പ്രധാനമായിട്ടും വരുന്നൊരു സമീപനമുണ്ട്. അതാണ് ഉദ്ഗ്രഥിത സമീപനം എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ എന്താണ് ഉദ്ഗ്രഥിത സമീപനം എന്ന് വെച്ചാൽ അതൊരു പഠന രീതിയാണ്. ഇങ്ങനെയുള്ള പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് ചോദിച്ചാൽ ഭാഷ, ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃത്യനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനമെന്ന് പറയുന്നത്. ഭാഷ, ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രകൃത്യനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയെ ആണ് ഉദ്ഗ്രഥിത പഠനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പ്രൈമറി ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പുതിയ സമീപനമനുസരിച്ച് 1-2 ക്ലാസ്സുകളിൽ ഉദ്ഗ്രഥിത സമീപനം ആണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരാശയത്തെ മുൻനിർത്തി പ്രകൃത്യനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനമെന്ന് പറയുന്നത്. വിഷയ അധിഷ്ഠിതമായ ഒരു പാഠ്യപദ്ധതി അല്ല ഉദ്ഗ്രഥിത പഠനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായ പാഠ്യപദ്ധതി ഇല്ലാത്തതിനെയാണ് ഉദ്ഗ്രഥിത പഠനമെന്ന് വിശേഷിപ്പിക്കുന്നത്. കുട്ടിയിലുണ്ടാവേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിലയിരുത്തൽ? ഒരു കുട്ടിയിലുണ്ടാവേണ്ടുന്ന പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തിയെന്ന് അറിയേണ്ടത് അത്യാവശ്യമായതിനാൽ അതിനുവേണ്ടി നടത്തുന്ന ഫലപ്രാപ്തി അറിയുവാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയയെ ആണ് വിലയിരുത്തൽ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുക എന്നത്. പഠന നേട്ടങ്ങളുടെ സവിശേഷതകളാണ് അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതും. മാത്രമല്ല നിരീക്ഷിക്കാവുന്നതും അളക്കാൻ കഴിയാവുന്നതും ആയിരിക്കണം. ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ നേടുന്നവയും ആയിരിക്കേണ്ടതാണ്. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലേ? ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ കേരളത്തിൽ അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ ഏതെല്ലാമാണ്? ഭാഷാ പദ്ധതികൾ ഏതാണ്? ഭാഷാ പഠന പദ്ധതികൾ ഏതെല്ലാമാണ്? ത്രിഭാഷയാണ്. അതിൽ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇങ്ങനെയുള്ള ത്രിഭാഷ സംവിധാനമാണ് കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ത്രിഭാഷ പഠന പദ്ധതിയിൽ 1-ാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷയാണ് മാതൃഭാഷയായ മലയാളം. കേരളത്തിൽ ത്രിഭാഷ പഠന പദ്ധതിയിൽ 1-ാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷയാണ് മാതൃഭാഷയായ മലയാളം. കേരളത്തിലെ സ്കൂളുകളിൽ 2-ാം ഭാഷയായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അത് ലോകസമ്പർക്ക ഭാഷ ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ സ്കൂളുകളിൽ 2-ാം ഭാഷയായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ലോക സമ്പർക്ക ഭാഷ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഹിന്ദി 3-ാം ഭാഷയായി അംഗീകരിച്ചിരിക്കുന്നത് ഹിന്ദി ദേശീയ ഭാഷയായതിനാലാണ്. അപ്പോൾ 1-ാമത്തെ ഭാഷ മാതൃഭാഷയും 2-ാമത്തെ ഭാഷ ലോകസമ്പർക്ക ഭാഷയായ ഇംഗ്ലീഷും 3-ാമത്തെ ഭാഷ എന്നത് ഹിന്ദി എന്ന ദേശീയ ഭാഷയുമാണ്. ഭാഷയുടെ പേരെന്ന നിലയിലാണ് മലയാളം പദം ഉപയോഗിച്ച് തുടങ്ങിയത്. അതിന് കാരണഭൂതനായത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പേരിട്ട് നമ്മൾ വിളിച്ചു പോരുന്നത്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് അനുശാസിക്കുന്നത് 2017 മലയാള ഭാഷാ പഠന ആക്റ്റാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് അനുശാസിക്കുന്നത് 1917 മലയാള ഭാഷാ പഠന ആക്റ്റാണ്. ഇനി എന്താണ് മലയാള ഭാഷയെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ല? എന്താണ് മലയാള ഭാഷ? മലയാള ഭാഷ എന്താണ്? നാട് എന്ന് അർത്ഥമുള്ള ആളം, അല്ലേ? ആളം എന്നാൽ നാട് എന്നാണ് അർത്ഥം. അപ്പോൾ നാട് എന്ന് അർത്ഥമുള്ള ആളം എന്ന പദം മല എന്നതിനോട് ചേർന്നാണ്, അല്ലേ? മല എന്നതിനോട് ചേർന്നാണ് മലയാളം ഉണ്ടായതെന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പം നാട് എന്നർത്ഥമുള്ള ആളം എന്ന പദം മല എന്നതിനോട് ചേർന്നാണ് മലയാളം ഉണ്ടായതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മലയാള ഭാഷയ്ക്ക് ആ പേര് വന്നതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. അതേപോലെ തന്നെ എഴുത്തച്ഛന് ശേഷമാണ് ഭാഷാസൂചകമായിട്ട് മലയാളം എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി മലയാളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? മലയാളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ഒരു കുട്ടി ആദ്യം സ്വായത്തമാകുന്ന ഭാഷയാണ് മാതൃഭാഷ, അല്ലേ? ഒരു കുട്ടി സ്വായത്തമാക്കുന്ന അല്ലെങ്കിൽ ഒരു കുട്ടി ആദ്യം സ്വായത്തമാകുന്ന ഭാഷയാണ് മാതൃഭാഷ.
കേരളീയരുടെ മാതൃഭാഷ എന്താണ്? അല്ലേ, കേരളീയരുടെ മാതൃഭാഷ അത് മലയാളമാണ്. അല്ലേ, കേരളീയരുടെ മാതൃഭാഷയെക്കുറിച്ച് മലയാളം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പാടിയൊരു കവിയുണ്ട്. അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അല്ലേ, അപ്പം മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയതും പാടിയതും പ്രചരിപ്പിച്ചതും ഇപ്രകാരമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണ് വള്ളത്തോൾ നാരായണ മേനോൻ പാടിയിരിക്കുന്നത്. ഇനി ഈ ഭാഷാപഠനം സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങൾ ധാരാളമുണ്ട്. അല്ലേ, ഭാഷാപഠനം സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങൾ ധാരാളമുണ്ടെന്നും അത് ധാരാളമുള്ള സിദ്ധാന്തങ്ങൾ അല്ലേ എല്ലാ പഠനങ്ങളും നടക്കുന്നത് പ്രേരണ പ്രതികരണ ബന്ധം വഴിയുമാണ് എന്ന് പറയുന്നൊരു വാദമുണ്ട്. അല്ലേ, എല്ലാ പഠനങ്ങളും നടക്കുന്നത് അത് പഠനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രക്രിയയാണ്. അപ്പോൾ എല്ലാ പഠനങ്ങളും നടക്കുന്നത് പ്രേരണ പ്രതികരണ ബന്ധം വഴിയാണ് എന്ന് പറഞ്ഞതാണ് ചേഷ്ടാവാദം എന്ന് പറയുന്നത്. അപ്പോൾ ചേഷ്ടാവാദമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എല്ലാ പഠനങ്ങളും നടക്കുന്നത് പ്രേരണ പ്രതികരണ ബന്ധം വഴിയാണ് എന്ന് പറയുന്നതാണ് ചേഷ്ടാവാദം. അല്ലേ, ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നവരാണ് സ്കിന്നറാണ്. അല്ലേ, സ്കിന്നറാണ് ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്കിന്നറാണ്. അപ്പം ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്കിന്നറാണ്. ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞത് അല്ലേ, ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകളുണ്ട് എന്ന് പറയുന്ന വാദമാണ് ഘടനാവാദം എന്ന് പറയുന്നത്. ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകളുണ്ട് എന്ന് പറയുന്നതാണ് ഘടനാവാദം. വാക്യത്തെ രൂപിമങ്ങളായും രൂപിമങ്ങളെ സ്വനിമങ്ങളായും വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ബ്ലൂംഫീൽഡാണ്. വാക്യത്തെ രൂപിമങ്ങളായും രൂപിമങ്ങളെ സ്വനിമങ്ങളായും വിശേഷിപ്പിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞത് ബ്ലൂംഫീൽഡാണ്. അനുഭവമാണ് എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ് അനുഭവജ്ഞാനവാദം എന്ന് പറയുന്നത്. അനുഭവമാണ് എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ് അനുഭവജ്ഞാനവാദം എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ കുട്ടികൾ ഒരു ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണ് എന്ന് പറഞ്ഞൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ ലോക്ക്. ജോൺ ലോക്ക് പറഞ്ഞത് ഇപ്രകാരമാണ്: ജനിക്കുമ്പോൾ കുട്ടികൾ ഒരു ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണ് എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞിരിക്കുന്നത്. രചനാന്തരണ പ്രജനന വ്യാകരണം അഥവാ സർവഭാഷാ വ്യാകരണം എന്ന ആശയം നോം ചോംസ്കിയുടെ ആശയമാണ്. രചനാന്തരണ പ്രജനന വ്യാകരണം അഥവാ സർവഭാഷാ വ്യാകരണം എന്നത് ആരുടെ ആശയമാണെന്ന് ചോദിച്ചാൽ അത് നോം ചോംസ്കിയുടെ ആശയമാണ്. ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ള ശാസ്ത്രമാണത്. അല്ലെ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ അവതാരകനാരാണ്? മാർക്സ് വെർത്തിമർ ആണ്. അല്ലെ, മാർക്സ് വെർത്തിമർ ആണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ അവതാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ അവതാരകനാണ് ആര്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ അവതാരകനാണ് മാർക്സ് വെർത്തിമർ എന്ന് പറയുന്ന വ്യക്തി. ഇനി ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ ഭാഷയെല്ലാം പഠിച്ചെടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് സ്കിന്നർ. സ്കിന്നറിൻ്റെ വാദമാണ് വ്യവഹാരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞതാണ് സ്കിന്നർ. അതാണ് വ്യവഹാരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞത് സ്കിന്നറാണ്. ഈ വാദമാണ് വ്യവഹാരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കലിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞതാണ് ആൽബർട്ട് ബന്ദൂരയാണ് അങ്ങനെ പറഞ്ഞത്. തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കലിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആൽബർട്ട് ബന്ദൂരയാണ്. അത് സാമൂഹ്യ പഠന സിദ്ധാന്തമാണ്. അപ്പോൾ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കലിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാമൂഹ്യ പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആൽബർട്ട് ബന്ദൂര. കുട്ടി നേടിയ അറിവിൻ്റെ അടിത്തറയിൽ പുതിയ ആശയങ്ങളും ധാരണകളും സ്വയം രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ജെറോം എസ് ബ്രൂണറാണ്. കുട്ടി നേടിയ അറിവിൻ്റെ അടിത്തറയിൽ പുതിയ ആശയങ്ങളും ധാരണകളും സ്വയം രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ. ഭാഷ പഠിക്കുന്നതിനാവശ്യമായ ജന്മസിദ്ധമായ സംവിധാനം അതാണ് മനുഷ്യനുള്ളത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നോം ചോംസ്കിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഭാഷ പഠിക്കുന്നതിനാവശ്യമായ ജന്മസിദ്ധമായ സംവിധാനം മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞതാണ് നോം ചോംസ്കിയാണ്. സമീപസ്ഥ വികസന മണ്ഡലമാണ് ഇനി നമ്മൾ നോക്കുന്നത്. സമീപസ്ഥ വികസന മണ്ഡലം ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവ് ഉപയോഗിച്ച് സ്വപ്രയത്നത്താൽ എത്താവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയും ഉണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവ് ഉപയോഗിച്ച് സ്വപ്രയത്നത്താൽ എത്താവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയും ഉണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തിനെയാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്.
ഇനി നമുക്ക് കൈത്താങ്ങ് അഥവാ സ്കാഫോൾഡിംഗ് എന്താണ് എന്ന് നോക്കാം അല്ലേ. കൈത്തോൾഡ് അഥവാ സ്കാഫോൾഡിംഗ് എന്താണ് സ്കാഫോൾഡിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. സ്കാഫോൾഡിംഗ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് നോക്കാം അല്ലേ. എന്താണ് സ്കാഫോൾഡിംഗ് വെച്ചാൽ കൈത്താങ് എന്നാണ് പറയുന്നത് അല്ലേ. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന സഹായത്തിനെയാണ് നമ്മൾ കൈത്താങ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സമീപസ്ഥ വികസന മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവ് ഉപയോഗിച്ച് സ്വപ്രയത്നത്താൽ എത്താവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയുമുണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് കൈത്താങ് അഥവാ സ്കാഫോൾഡിംഗ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. കൈത്താങ് അഥവാ സ്കാഫോൾഡിംഗ് തനിയെ നിന്ന് പ്രവർത്തിക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന സഹായമാണ് സ്കാഫോൾഡിംഗ് അഥവാ കൈത്താങ് എന്ന് പറയുന്നത്. ഇനി സഹവർത്തിത പഠനം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. എന്താണ് സഹവർത്തിത പഠനം? അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നതാണ് സഹവർത്തിത പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നതാണ് സഹവർത്തിത പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്യാപകരും കുട്ടികളും അധികാരം പങ്കുവയ്ക്കുന്നതും എന്ന് തന്നെയാണ് സഹവർത്തിത പഠനത്തിന് ഉദാഹരണം തന്നെയാണ്. കുട്ടികളെയും പഠനത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണി ആരെന്ന് ചോദിച്ചാൽ അത് അധ്യാപകനാണ്. കുട്ടികളെയും പഠനത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണി അധ്യാപകനാണ്. അറിവ് ജനാധിപത്യ രീതിയിൽ പങ്കുവയ്ക്കുന്നതിനുള്ള ഗ്രൂപ്പാണ് സങ്കര ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അറിവ് ജനാധിപത്യ രീതിയിൽ പങ്കുവയ്ക്കുന്നതിനുള്ള ഗ്രൂപ്പാണ് സങ്കര ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹകരണാത്മക പഠനമുണ്ട്. എന്താണ് സഹകരണാത്മക പഠനം? കുട്ടികൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പരസ്പരം സഹകരിച്ച് പഠനത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയയാണ് സഹകരണാത്മക പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടികൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പരസ്പരം സഹകരിച്ച് പഠനത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയയാണ് സഹകരണാത്മക പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തിക്കും സംഘത്തിനും ഉയർന്ന തലത്തിലെത്താൻ കഴിയുന്നതാണ് സഹകരണാത്മക പഠനം. വ്യക്തിക്കും സംഘത്തിനും ഉയർന്ന തലത്തിലെത്താൻ കഴിയുന്നതാണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കൂടി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് സഹകരണാത്മക പഠനം. മറ്റുള്ളവരെ കൂടി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് സഹകരണാത്മക പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. ഇനി നമുക്ക് ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് നോക്കാം അല്ലേ. ബഹുമുഖ ബുദ്ധി വ്യക്തി വ്യത്യാസങ്ങൾക്ക് ആധാരമായ ജ്ഞാത്യശേഷിയാണ് ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തി വ്യത്യാസങ്ങൾക്ക് ആധാരമായ ജ്ഞാത്യശേഷിയാണ് ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് ഗാർഡനറാണ് അല്ലെ. ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് ഗാർഡനറാണ്. ഏതെല്ലാമാണ് ബഹുമുഖ ബുദ്ധി എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം അല്ലേ. ഒന്ന്, ഭാഷാപരമായ ബുദ്ധിയുണ്ട്. ഭാഷാപരമായ ബുദ്ധി. രണ്ട്, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധിയുണ്ട്. യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധിയുണ്ട്. മൂന്ന്, ദൃശ്യപരവും സ്ഥലപരവുമായ ബുദ്ധിയുണ്ട്. ദൃശ്യ സ്ഥലപര ബുദ്ധിയുണ്ട്. അടുത്തത് ശാരീരിക ചലനപരമായ ബുദ്ധിയുണ്ട് അല്ലെ. ശാരീരിക ചലനപരമായ ബുദ്ധിയുണ്ട്. പിന്നെയുള്ളത് സംഗീതപരമായ ബുദ്ധിയാണ് അല്ലെ. സംഗീതപരമായ ബുദ്ധിയുണ്ട്. വ്യക്തിയാന്തര ബുദ്ധിയുണ്ട്. വ്യക്തിയാന്തര ബുദ്ധി. അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. പിന്നെയുള്ളത് പ്രകൃതിപരമായ ബുദ്ധിയാണ്. പ്രകൃതിപരമായ ബുദ്ധി. പിന്നെയുള്ളത് അസ്തിത്വപരമായ ബുദ്ധി എന്ന് പറയുന്നതാണ്. പിന്നെയുള്ളത് അസ്തിത്വപരമായ ബുദ്ധിയാണ്. ഈ ബഹുമുഖമായ ബുദ്ധിയുടെ വികാസത്തിന് ഭാഷാ പഠനം നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ബഹുമുഖമായ ബുദ്ധിയുടെ വികാസത്തിന് നമ്മളെ സഹായിക്കുന്നത് ഭാഷാ പഠനമാണ്. ബഹുമുഖ ബുദ്ധി ഭാഷാ പഠനത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ബഹുമുഖ ബുദ്ധി ഭാഷാ പഠനത്തിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ശ്രവണം, ഭാഷണം, വായന, ലേഖനം തുടങ്ങിയ ഭാഷാശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി എന്ന് പറയുന്നത്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം തുടങ്ങിയ ഭാഷാശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി എന്ന് പറയുന്നത്. വിശകലന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലും കവിതയുടെ താളം കണ്ടെത്തുന്നതിലും കാണുന്ന ബുദ്ധിയാണ് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി എന്ന് പറയുന്നത്. വിശകലന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലും കവിതയുടെ താളം കണ്ടെത്തുന്നതിലും കാണുന്ന ബുദ്ധിയാണ് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കയ്യെഴുത്തു മാസിക, ചുമർ ചിത്രം, പത്രം തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ വിന്യാസം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ലേഔട്ട് അതാണ് പ്രധാനമായിട്ടും വരുന്നത്. രചനാപ്രവർത്തനങ്ങളിൽ തലക്കെട്ടിടുന്ന സ്ഥാനം നിശ്ചയിക്കുമ്പോൾ, അക്ഷര വലിപ്പം നിശ്ചയിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. അതായത് ഒരു കയ്യെഴുത്ത് മാസിക തയ്യാറാക്കുമ്പോഴോ ചുമർ ചിത്രം വരയ്ക്കുമ്പോഴോ പത്രം തയ്യാറാക്കുമ്പോഴോ
അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിന്യാസങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിൽ ലേഔട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രചനാ പ്രവർത്തനങ്ങളിൽ തലക്കെട്ട് എഴുതുന്ന സ്ഥാനം നിശ്ചയിക്കുമ്പോൾ, അക്ഷരത്തിൻ്റെ വലിപ്പം നിശ്ചയിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയെ ആണ് നമ്മൾ ദൃശ്യസ്ഥലപരമായ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നാടകം, മൈമിങ് തുടങ്ങിയവ അവതരിപ്പിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാടകം, മൈമിങ് തുടങ്ങിയവ അവതരിപ്പിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയെ ആണ് നമ്മൾ ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നാടകം, മൈമിങ് മുതലായവ അവതരിപ്പിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കാവ്യാലാപനത്തിൽ, ആസ്വാദനത്തിൽ, കലാവതരണത്തിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കാവ്യാലാപനത്തിലെ, ആസ്വാദനത്തിലെ, കലാവതരണത്തിലെ പ്രകടമാകുന്ന ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹവർത്തിത പഠനത്തിലും സഹകരണാത്മക പഠനത്തിലും പരസ്പരം സഹായിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹവർത്തിത പഠനത്തിലും സഹകരണാത്മക പഠനത്തിലും പരസ്പരം സഹായിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ സഹവർത്തിത പഠനത്തിലും സഹകരണാത്മക പഠനത്തിലും പരസ്പരം സഹായിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യക്തിയാന്തര ബുദ്ധി. സംഘപ്രവർത്തനങ്ങളിൽ സ്വന്തം നില തിരിച്ചറിയുമ്പോൾ പഠനം തന്നെ വിലയിരുത്തലാവുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംഘപ്രവർത്തനങ്ങളിൽ സ്വന്തം നില തിരിച്ചറിയുമ്പോൾ പഠനം തന്നെ വിലയിരുത്തലാവുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്നത്. മലയാളവും കേരള സംസ്കാരവും തൻ്റേതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അവ സംരക്ഷിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് അസ്തിത്വപരമായ ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളവും കേരള സംസ്കാരവും തൻ്റേതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അവ സംരക്ഷിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് അസ്തിത്വപരമായ ബുദ്ധി എന്നത്. കഥയിലും കവിതയിലും വർണ്ണനകളിലും വരുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിൽ, ചിത്രരചനയിൽ നിറങ്ങൾ സ്വീകരിക്കുമ്പോൾ, ചെടികൾ നട്ടുവളർത്തുമ്പോൾ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ, അതിനുവേണ്ടി മുദ്രാഗീതങ്ങളും മുദ്രാവാക്യങ്ങളും രചിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധി എന്നത്. കഥയിലും കവിതയിലും വർണ്ണനകളിലും വരുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിൽ, ചിത്രരചനയിൽ നിറങ്ങൾ സ്വീകരിക്കുമ്പോൾ, ചെടികൾ നട്ടുവളർത്തുമ്പോൾ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ, അതിനുവേണ്ടി മുദ്രാഗീതങ്ങളും മുദ്രാവാക്യങ്ങളും രചിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധി എന്നത്. ഭാഷാധ്യാപനത്തിൻ്റെ ശരിയായ ക്രമം ശ്രവണം, ഭാഷണം, വായന, ലേഖനം, യഥാർത്ഥ ഭാഷാരൂപം അഥവാ വായ്മൊഴി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഭാഷാധ്യാപനത്തിൻ്റെ ശരിയായ ക്രമം എന്ന് പറയുന്നത് ശ്രവണം, ഭാഷണം, വായന, ലേഖനം ആണ്. യഥാർത്ഥ ഭാഷാരൂപമായി കണക്കാക്കുന്നത് വായ്മൊഴിയെ ആണ്. ഭാഷ സ്വാധീനമാക്കുന്നതിന് വായ്മൊഴിയിൽ ശരിയായ അഭ്യസനം നടത്തുന്നതാണ് വചനാഭ്യസന രീതി എന്ന് പറയുന്നത്. ഭാഷ സ്വാധീനമാക്കുന്നതിന് വായ്മൊഴിയിൽ ശരിയായ അഭ്യസനം നടത്തുന്നതാണ് വചനാഭ്യസന രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വായിക്കാനും എഴുതാനുമുള്ള പദസമ്പത്ത് വർദ്ധിപ്പിക്കാനും ശബ്ദങ്ങളുടെ പ്രയോഗത്തിന് പ്രാധാന്യം കൊടുക്കാനും സഹായിക്കുന്നതാണ് ശബ്ദാവലി പോഷണം എന്ന് പറയുന്നത്. വായിക്കാനും എഴുതാനുമുള്ള പദസമ്പത്ത് വർദ്ധിപ്പിക്കാനും ശബ്ദങ്ങളുടെ പ്രയോഗത്തിന് പ്രാധാന്യം കൊടുക്കാനും സഹായിക്കുന്നതാണ് ശബ്ദാവലി പോഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാഷയിൽ സ്വാധീനം ലഭിക്കാൻ വേണ്ടതാണ് പദസമ്പത്ത്. ഭാഷയിൽ സ്വാധീനം ലഭിക്കാൻ വേണ്ടതാണ് പദസമ്പത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചമത്കാര ഭംഗി സ്വയം കണ്ടെത്തി സാഹിത്യ സൃഷ്ടികൾ ആസ്വദിക്കുവാനും അതുവഴി മാനസിക സംസ്കാരം വളർത്താനും കുട്ടികളെ പ്രാപ്തരാക്കുന്ന രീതിയാണ് ആസ്വാദന പാഠം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചമത്കാര ഭംഗി സ്വയം കണ്ടെത്തി സാഹിത്യ സൃഷ്ടികൾ ആസ്വദിക്കാനും അതുവഴി മാനസിക സംസ്കാരം വളർത്താനും കുട്ടികളെ പ്രാപ്തരാക്കുന്ന രീതിയാണ് ആസ്വാദന പാഠം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വ്യാകരണത്തിൻ്റെ സ്വാഭാവിക പഠനമുണ്ട്. വ്യാകരണത്തിൻ്റെ സ്വാഭാവിക പഠനമുണ്ട്. ഭാഷ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുമ്പോൾ വ്യാകരണ കാര്യങ്ങൾ തനിയെ പ്രാവർത്തികമാകും. വ്യാകരണ നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ പ്രായോഗിക വ്യാകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇതാണ് വ്യാകരണത്തിൻ്റെ സ്വാഭാവിക പഠനമായിട്ട് കണക്കാക്കുന്നത്. ഭാഷ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുമ്പോൾ വ്യാകരണ കാര്യങ്ങൾ തനിയെ പ്രാവർത്തികമാകുമെന്നും വ്യാകരണ നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ പ്രായോഗിക വ്യാകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നതുമാണ് വ്യാകരണത്തിൻ്റെ സ്വാഭാവിക പഠനം. വ്യാകരണ പഠനത്തിൻ്റെ ലക്ഷ്യം തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കുവാനുള്ള കഴിവ് നേടുക എന്നതാണ്.
വ്യാകരണ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കുവാനുള്ള കഴിവ് നേടുക എന്നതാണ്. ഇനി ആസൂത്രണമുണ്ട്. എന്താണ് ആസൂത്രണം? അല്ലെ, ആസൂത്രണം എന്താണ്? ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി ശാസ്ത്രീയമായ ആസൂത്രണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി എന്നത് ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി എന്നത് ശാസ്ത്രീയമായ ആസൂത്രണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കുട്ടികളുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠനാന്തരീക്ഷം, പഠന നേട്ടങ്ങൾ, ലഭ്യമായ ബോധന സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം. കുട്ടികളുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠനാന്തരീക്ഷം, പഠന നേട്ടങ്ങൾ, ലഭ്യമായ ബോധന സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളെയും വെളിച്ചത്തിൽ അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം എന്ന് വിരലറിയപ്പെടുന്നത്. അധ്യാപകൻ്റെ ആസൂത്രണമുണ്ട്. എന്താണ് അധ്യാപകൻ്റെ ആസൂത്രണം എന്ന് നമുക്കൊന്ന് നോക്കാം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പിനെയാണ് നമ്മൾ ആസൂത്രണം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആസൂത്രണം പൊതുവെ 3 വിധത്തിലുണ്ട്. ആസൂത്രണം എത്ര വിധത്തിലുണ്ട്? ആസൂത്രണം പൊതുവെ 3 വിധത്തിലാണ് ഉള്ളത്. ഒന്ന് വാർഷിക ആസൂത്രണം, രണ്ടാമത്തേത് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ആസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം, പിന്നെയുള്ളത് ദൈനംദിന ആസൂത്രണമാണ്. വാർഷിക ആസൂത്രണമുണ്ട്, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണമുണ്ട്, ദൈനംദിന ആസൂത്രണവുമുണ്ട്. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിനെയാണ് വാർഷിക ആസൂത്രണം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തിനെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തിനെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ടുന്ന ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദൈനംദിനാസൂത്രണം? നമ്മൾ നോക്കി അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം. ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ടുന്ന ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം എന്ന് പറയുന്നത്. സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. സമഗ്ര ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയ പേജ് എന്ന് പറയുന്നത്. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയ പേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലതുഭാഗത്താണ് എഴുതി വയ്ക്കുന്നത്. അതായത് നമ്മൾ നോക്കിയാൽ പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യതകൾ തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് പ്രക്രിയ പേജ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഇനി നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, വിലയിരുത്തൽ പേജുണ്ട് വിലയിരുത്തൽ പേജ് എന്താണ്? വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്നാണ് ഇത് നമ്മൾ പറയുന്നത്
അതാണ്. പിന്നെ വിലയിരുത്തൽ പേജ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന എന്താണ്? വിലയിരുത്തലുകളെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്ഷൻ നോട്ട്സ് എന്നാണ് പറയുന്നത്. പിന്നെയോ അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായിട്ട് അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളെയാണ് നമ്മൾ ക്ലസ്റ്റർ യോഗങ്ങളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായിട്ട് അധ്യാപകർക്ക് നിരന്തരമായിട്ട് ലഭിക്കുന്ന വേദികളെയാണ് നമ്മൾ ക്ലസ്റ്റർ യോഗങ്ങൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി വാർഷിക ആസൂത്രണമുണ്ട്. എന്താണ് വാർഷിക ആസൂത്രണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ടുന്ന പാഠങ്ങൾ ഏതെല്ലാം എന്ന നിർദ്ദേശം അധ്യാപകന് ലഭിക്കുന്നുണ്ട്, അല്ലേ? ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട പാഠങ്ങൾ ഏതെല്ലാം എന്ന നിർദ്ദേശം അധ്യാപകന് ലഭിക്കുന്നുണ്ട്. ഈ പാഠങ്ങൾ നിശ്ചിത കാലപരിധിക്കുള്ളിൽ എപ്പോഴെല്ലാം ഏതെല്ലാം ബോധനോദ്ദേശ്യങ്ങളെ മുൻനിർത്തി ഏതെല്ലാം പാഠാനുഭവങ്ങൾ സംയോജിപ്പിച്ച് ഏതെല്ലാം പഠനോപകരണങ്ങളുടെ സഹായത്തോടെ പഠിപ്പിക്കാമെന്ന് സാമാന്യമായി പരിശോധിച്ച് തയ്യാറാക്കുന്ന പദ്ധതി വാർഷികാസൂത്രണം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട പാഠങ്ങൾ ഏതെല്ലാം എന്ന നിർദ്ദേശം അധ്യാപകന് ലഭിക്കുന്നുണ്ട്. ഈ പാഠങ്ങൾ നിശ്ചിത കാലപരിധിക്കുള്ളിൽ എപ്പോഴെല്ലാം ഏതെല്ലാം ബോധനോദ്ദേശ്യങ്ങളെ മുൻനിർത്തി ഏതെല്ലാം പഠനാനുഭവങ്ങൾ സംയോജിപ്പിച്ച് ഏതെല്ലാം പഠനോപകരണങ്ങളുടെ സഹായത്തോടെ പഠിപ്പിക്കാമെന്ന് സാമാന്യമായി പരിശോധിച്ച് തയ്യാറാക്കുന്ന പദ്ധതിയാണ് വാർഷിക ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ യൂണിറ്റും എത്ര പീരിയഡുകൾ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാമെന്ന് അധ്യാപകൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു. കൂടാതെ ഓരോ യൂണിറ്റിനും അവലംബിക്കേണ്ടുന്ന വസ്തുതകളും ഇതിൽ ഉൾപ്പെടാറുണ്ട്. യൂണിറ്റ് ആസൂത്രണം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? യൂണിറ്റ് പ്ലാൻ, യൂണിറ്റ് ആസൂത്രണം. ഓരോ വിഷയത്തിൽ നിന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെയാണ് ഏകകങ്ങൾ അഥവാ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ ഭാഷാബോധനത്തിൽ 2 or 3 പരസ്പര ബന്ധിതങ്ങളായ പാഠങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഏകകം. ഓരോ വിഷയത്തിൽ നിന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ ഏകകങ്ങൾ അഥവാ യൂണിറ്റുകളായി തിരിക്കുന്നു. ഇന്നത്തെ ഭാഷാബോധനത്തിൽ 2 or 3 പരസ്പരം ബന്ധിതങ്ങളായ പാഠങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഏകകം എന്ന് പറയുന്നത്. പരസ്പര ബന്ധിതങ്ങളായ ആശയങ്ങൾ ചേരുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു ഭാഗത്തെയാണ് ഏകകം എന്ന് പറയുന്നത്. പരസ്പര ബന്ധിതങ്ങളായ ആശയങ്ങൾ ചേരുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു ഭാഗത്തെയാണ് ഏകകം എന്ന് പറയുന്നത്. പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധന ആസൂത്രണ രീതിയാണ് ഏകക ആസൂത്രണം എന്ന് പറയുന്നത്. പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകക ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ ഉദ്ദേശ്യങ്ങളും സ്പഷ്ടീകരണങ്ങളും പാഠാപഗ്രഥനം, പഠന അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉദ്ദേശ്യങ്ങളും സ്പഷ്ടീകരണങ്ങളും, പാഠ അപഗ്രഥനം, പഠന അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം എന്നിവയാണ് അത്. ഇനി മലയാളം എന്നാൽ എന്താണ് നമുക്ക് നോക്കാം, അല്ലേ? മലയാളം നമ്മൾ നോക്കിയാൽ എന്താണ്? മലയാള ഭാഷയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്, അല്ലേ? ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോട് വിന്യസിച്ചിരിക്കുന്നതിനെയാണ് യൂണിറ്റ് തല ആസൂത്രണം അഥവാ ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോട് വിന്യസിച്ചിരിക്കുന്നതാണ് യൂണിറ്റ് തല ആസൂത്രണം അഥവാ ദൈനംദിന ആസൂത്രണം അഥവാ ലെസൺ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാഠ ആസൂത്രണം എന്നാൽ, അല്ലെ, പാഠാസൂത്രം എന്താണ്? അധ്യാപിക ക്ലാസ്സിൽ പ്രാവർത്തികമാക്കുന്നൊരു ക്രിയാത്മക പദ്ധതിയാണ് പാഠ ആസൂത്രണം എന്ന് പറയുന്നത്. പാഠാസൂത്രണം എന്നാൽ അധ്യാപിക ക്ലാസ്സിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ക്രിയാത്മക പദ്ധതിയാണ്. ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപികയുടെ മാനസികവും വൈകാരികവുമായ കാഴ്ചപ്പാടുകളാണ് പാഠാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപികയുടെ മാനസികവും വൈകാരികവുമായ കാഴ്ചപ്പാടുകളാണ് പാഠാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിലയിരുത്തലുണ്ട്. എന്താണ് വിലയിരുത്തൽ? പഠനത്തിനായുള്ള വിലയിരുത്തൽ, അല്ലെ? പഠനത്തിനായുള്ള വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. വിലയിരുത്തൽ തന്നെ പഠനം, അതായത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് വരുന്നു. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിലയിരുത്തൽ ആണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിക്കായി വിലയിരുത്തൽ നടത്തുകയും
അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരുടെ ഇടപെടൽ കുട്ടിയുടെ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിലയിരുത്തലിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അധ്യാപകർ നൽകുന്ന സഹായങ്ങൾ, ഫീഡ്ബാക്ക് അല്ലേ? വിലയിരുത്തലിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അധ്യാപകർ നൽകുന്ന സഹായങ്ങൾ, ഫീഡ്ബാക്ക് അല്ലേ? താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് ഇത് അല്ലെ? വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തൻ്റെ തന്നെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലേക്കുള്ള പഠനത്തെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠനബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനുമുണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്നത് പഠനത്തെ വിലയിരുത്തലാണ്. ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠനബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനുമുണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്നത് പഠനത്തെ വിലയിരുത്തലാണ്. പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണം അല്ലെ? പഠനത്തിൻ്റെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് ടേം വിലയിരുത്തൽ എന്നാണ് പറയുന്നത്. ടേം വിലയിരുത്തൽ പഠനത്തിൻ്റെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് ടേം വിലയിരുത്തൽ. ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയ അറിയപ്പെടുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ അഥവാ CCE എന്നാണ്. ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയ അറിയപ്പെടുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ അഥവാ CCE എന്നതാണ്. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, അതാണ് CCE. ഇന്നത്തെ വിലയിരുത്തൽ പ്രക്രിയ അറിയപ്പെടുന്നത് CCE അഥവാ നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ എന്നാണ് അറിയപ്പെടുന്നത്. പഠനത്തെ വിലയിരുത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ ടേം ഇവാലുവേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. മൂല്യനിർണ്ണയത്തിൻ്റെ ആധുനിക സങ്കല്പം നിരന്തരമായ ഒരു പ്രക്രിയയായി കണക്കാക്കുന്നതാണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂല്യനിർണ്ണയത്തിൻ്റെ ആധുനിക സങ്കല്പം നിരന്തരമായ ഒരു പ്രക്രിയയായി കണക്കാക്കുന്നതാണ് നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക വിദ്യാഭ്യാസം നിർദ്ദേശിക്കുന്നത് എഴുത്ത് പരീക്ഷകൾക്ക് പുറമെ നിരീക്ഷണത്തിലൂടെ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുക എന്നതാണ്. ആധുനിക വിദ്യാഭ്യാസം നിർദ്ദേശിക്കുന്നത് എന്താണ്? എഴുത്ത് പരീക്ഷകൾക്ക് പുറമെ നിരീക്ഷണത്തിലൂടെ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുക എന്നതാണ്. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം നടത്തുന്നത് കുട്ടികളുടെ നാനാ മേഖലകളിലുമുള്ള കഴിവ് പരിശീലിക്കുന്നതിനെ, കുട്ടിയുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത് ഈ പറയുന്ന ടേം ഇവാലുവേഷനും കോംപ്രഹെൻസീവ് ഇവാലുവേഷനും രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതിയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ അഥവാ CCE എന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതിയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ അഥവാ CCE എന്നത്. പഠന പ്രക്രിയയോടൊപ്പം നിർവഹിക്കുന്ന വിലയിരുത്തലാണ് നിരന്തര വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠന പ്രക്രിയയോടൊപ്പം നിർവഹിക്കുന്ന വിലയിരുത്തലാണ് നിരന്തര വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠന പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയോ പരിമിതിയോ എത്രമാത്രമെന്ന് സ്വയം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന വിലയിരുത്തലാണ് സ്വയം വിലയിരുത്തൽ. പഠന പ്രക്രിയകളുടെ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയോ പരിമിതിയോ എത്രമാത്രമെന്ന് സ്വയം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന വിലയിരുത്തലാണ് സ്വയം വിലയിരുത്തൽ അഥവാ സെൽഫ് അസസ്മെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ പഠിതാവിൻ്റെയും നേട്ടം തിരിച്ചറിയാൻ സഹപഠിതാവ് നടത്തുന്ന വിലയിരുത്തലാണ് പരസ്പര വിലയിരുത്തൽ. ഓരോ പഠിതാവിൻ്റെയും നേട്ടം തിരിച്ചറിയാനായിട്ട് സഹപഠിതാവ് നടത്തുന്ന വിലയിരുത്തലാണ് പരസ്പര വിലയിരുത്തൽ അഥവാ പീർ അസസ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തിപരമായി ഓരോ പഠിതാവിനെയും നിരന്തരം വിലയിരുത്തുന്നത് വ്യക്തിഗത വിലയിരുത്തൽ അഥവാ ഇൻഡിവിജ്വൽ അസസ്മെൻ്റ് ആണ്. വ്യക്തിപരമായി ഓരോ പഠിതാവിനെയും നിരന്തരം വിലയിരുത്തുന്നത് വ്യക്തിഗത വിലയിരുത്തൽ അഥവാ ഇൻഡിവിജ്വൽ അസസ്മെൻ്റ് ആണ്. ചർച്ച, ഗ്രൂപ്പ് ചർച്ച, സെമിനാർ, പാനൽ ചർച്ച, പ്രൊജക്റ്റ്, ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാണ് സംഘ വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചർച്ച, ഗ്രൂപ്പ് ചർച്ച, സെമിനാർ, പാനൽ ചർച്ച, പ്രൊജക്റ്റ്, ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാണ് സംഘ വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിതാവിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിൻ്റെ വിലയിരുത്തലാണ് സമഗ്ര വിലയിരുത്തൽ. പഠിതാവിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിൻ്റെ വിലയിരുത്തലാണ് സമഗ്ര വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണം വൈജ്ഞാനിക വികാസം, വൈകാരിക വികാസം, മാനസിക വികാസം എന്നിവ. പഠിതാവിൻ്റെ സർവ്വതോന്മുഖമായ വികാസത്തിൻ്റെ വിലയിരുത്തൽ സമഗ്ര വിലയിരുത്തലാണ്. ഉദാഹരണം വൈജ്ഞാനിക വികാസം, വൈകാരിക വികാസം, മാനസിക വികാസം എന്നിവ.
പഠിതാക്കളുടെ വികസനത്തെ 3 തലങ്ങളിലായി ആധുനിക മൂല്യനിർണ്ണയ രീതി രേഖപ്പെടുത്താമെന്നാണ് പറയുന്നത്. പഠിതാക്കളുടെ വികസനത്തെ 3 തലങ്ങളിലായിട്ട് ആധുനിക മൂല്യനിർണ്ണയ രീതിയിൽ രേഖപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. അക്കാദമിക നൈപുണികളുടെ വിലയിരുത്തലുണ്ട്. അതിൽ അക്കാദമിക അനുബന്ധ ശേഷികളുടെ വിലയിരുത്തലുണ്ട്. വൈയക്തികവും സാമൂഹികവുമായ സവിശേഷതകളുടെ വിലയിരുത്തലുണ്ട്. ടേം വിലയിരുത്തലുണ്ട്. ഓരോ വിഷയങ്ങൾക്കും ടേമിൽ പരിഗണിക്കപ്പെടുന്ന യൂണിറ്റുകളിലെ ഉള്ളടക്ക മേഖലകളിലെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് ടേം വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ വിഷയങ്ങൾക്കും ടേമിൽ പരിഗണിക്കപ്പെടുന്ന യൂണിറ്റുകളിലെ ഉള്ളടക്ക മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് ടേം വിലയിരുത്തൽ. പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന തരത്തിൽ ആശയങ്ങളും ശേഷികളും വിലയിരുത്തുന്നതിന് ഉതകുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കി നടത്തുന്നതാണ് ടേം വിലയിരുത്തൽ. പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന തരത്തിൽ ആശയങ്ങളും ശേഷികളും വിലയിരുത്തുന്നതിന് ഉതകുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കി നടത്തുന്നതാണ് ടേം വിലയിരുത്തൽ. ടേം വിലയിരുത്തലിൽ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടത് ഓരോ യൂണിറ്റ് ആശയമേഖലയ്ക്കും വിവിധ തലത്തിലുള്ള മാനസിക പ്രക്രിയകളും ശരിയായ വെയിറ്റേജ് നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ്. ടേം വിലയിരുത്തലിൽ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടത് ഓരോ യൂണിറ്റ് ആശയമേഖലയ്ക്കും വിവിധ തലത്തിലുള്ള മാനസിക പ്രക്രിയകൾക്കും ശരിയായ വെയിറ്റേജ് നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം ടേം വിലയിരുത്തൽ നടത്തുവാനായിട്ട് വേണ്ടത്. ചോദ്യങ്ങൾക്ക് അനുയോജ്യമായ സൂചകങ്ങൾ വികസിപ്പിക്കുകയും അവ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ നിർവചിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേം വിലയിരുത്തൽ എന്ന് പറയുന്നത്. ചോദ്യങ്ങൾക്ക് അനുയോജ്യമായ സൂചകങ്ങൾ വികസിപ്പിക്കുകയും അവ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ നിർവചിക്കുകയും ചെയ്യുന്നതിനെയാണ് ടേം വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഓരോ ചോദ്യത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പോയിന്റ് നൽകിക്കൊണ്ട് പഠിതാവിൻ്റെ ഓവറോൾ ഗ്രേഡ് കണ്ടെത്തുന്നത് ടേം വിലയിരുത്തലിലൂടെയാണ്. ഓരോ ചോദ്യത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പോയിന്റ് നൽകിക്കൊണ്ട് പഠിതാവിൻ്റെ ഓവറോൾ ഗ്രേഡ് കണ്ടെത്തുന്നത് ടേം വിലയിരുത്തലിലൂടെയാണ്. കുട്ടികളുടെ സ്കോറുമായി ബന്ധപ്പെട്ട സ്കോറുകൾക്കും എണ്ണത്തിനും പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് വിലയിരുത്തൽ രീതി. കുട്ടികളുടെ സ്കോറുമായി ബന്ധപ്പെട്ട സ്കോറുകൾക്കും എണ്ണത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വിലയിരുത്തൽ രീതിയാണ് പരിമാണാത്മക വിലയിരുത്തൽ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണം സർവേ, ഇൻ്റർവ്യൂ ചോദ്യാവലി എന്നിവയെല്ലാം ഇതിനുദാഹരണമാണ്. പരിമാണാത്മക വിലയിരുത്തൽ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ടാണ് സർവേയും ഇൻ്റർവ്യൂവും ചോദ്യാവലികളുമെല്ലാം നമ്മൾ ഇവിടെ പറയുന്നത്. കുട്ടികളുടെ ശേഷികളെയും നൈപുണികളെയും ആഴത്തിൽ അളക്കാൻ സഹായിക്കുന്ന വിലയിരുത്തൽ വിലയിരുത്തലാണ് ഗുണാത്മക വിലയിരുത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടികളുടെ ശേഷികളെയും നൈപുണികളെയും ആഴത്തിൽ അളക്കാൻ സഹായിക്കുന്ന വിലയിരുത്തലാണ് ഗുണാത്മക വിലയിരുത്തൽ, ക്വാളിറ്റേറ്റീവ് അസസ്മെൻ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉദാഹരണം നിരീക്ഷണം, ഡോക്യുമെൻ്റ് പരിശോധനകൾ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, പ്രകടന പത്രിക അല്ലെങ്കിൽ പ്രകടന പരിശോധന എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ ഗുണാത്മക വിലയിരുത്തൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ് ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരീക്ഷണം, ഡോക്യുമെൻ്റ് പരിശോധനകൾ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, പ്രകടന പരിശോധന എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. പഠിതാക്കളുടെ പഠനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ബാഹ്യ ഏജൻസി നടത്തുന്ന വിലയിരുത്തലാണ് ബാഹ്യ വിലയിരുത്തൽ എന്നത്. പഠിതാക്കളുടെ പഠനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ബാഹ്യ ഏജൻസി നടത്തുന്ന വിലയിരുത്തൽ ആണ് ബാഹ്യ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പൊതുപരീക്ഷകളുണ്ട് എന്താണ് പൊതുപരീക്ഷകൾ? ഒരു യൂണിറ്റിലെ പഠിതാവിൻ്റെ പഠന വിലയിരുത്തലിലൂടെ സമഗ്രതാബോധത്തെ വിലയിരുത്തുന്നത് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റ് തല വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് പൊതുപരീക്ഷകൾ എന്താണ്? പഠിതാക്കളുടെ പഠനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ബാഹ്യ ഏജൻസി നടത്തുന്ന വിലയിരുത്തലാണ് ബാഹ്യ വിലയിരുത്തൽ. അത് പൊതുപരീക്ഷകൾ നടത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിലെ പഠിതാവിൻ്റെ പഠനത്തെ വിലയിരുത്തുന്നതിലൂടെ സമഗ്രതാബോധത്തെ വിലയിരുത്തുന്നതാണ് യൂണിറ്റ് തല വിലയിരുത്തൽ എന്ന് പറയുന്നത്. യൂണിറ്റ് വിലയിരുത്തലിന് പരിഗണിക്കാവുന്ന മേഖലകൾ വാചികമായ വിലയിരുത്തലുണ്ട് യൂണിറ്റ് വിലയിരുത്തലിന് പരിഗണിക്കാവുന്ന മേഖലകൾ ഏതെല്ലാമാണ്? വാചികമായ വിലയിരുത്തൽ, ക്വിസ് പ്രോഗ്രാം, ഓപ്പൺ ബുക്ക് വിലയിരുത്തൽ, ചോദ്യങ്ങൾ തയ്യാറാക്കലും ഉത്തരസൂചിക കണ്ടെത്തലും, പുതിയ രചനകൾ ഇവയെല്ലാമാണ് ഇതിലുള്ളത്. ഇപ്പോൾ യൂണിറ്റ് വിലയിരുത്തലിന് പരിഗണിക്കാവുന്ന മേഖലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ വാചികമായ വിലയിരുത്തലുണ്ട്, ക്വിസ് പ്രോഗ്രാമുണ്ട്, ഓപ്പൺ ബുക്കുണ്ട്, വിലയിരുത്തലുണ്ട്, ചോദ്യങ്ങൾ തയ്യാറാക്കലും ഉത്തരസൂചിക കണ്ടെത്തലും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്.
നിശ്ചിത യൂണിറ്റിലെ പഠന നേട്ടങ്ങളുടെ കാര്യത്തിൽ കുട്ടി എവിടെ നിൽക്കുന്നുവെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് യൂണിറ്റ് തല വിലയിരുത്തൽ എന്ന് പറയുന്നത്. നിശ്ചിത യൂണിറ്റിലെ പഠന നേട്ടങ്ങളുടെ കാര്യത്തിൽ കുട്ടി എവിടെ നിൽക്കുന്നുവെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് യൂണിറ്റ് തല വിലയിരുത്തൽ. ഇത് വിലയിരുത്തൽ എന്ന് പറയുന്നതാണ് പ്രവർത്തനങ്ങളോടൊപ്പം നിരന്തരം നടക്കുന്ന ഒന്നാണ്. ഈ വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്, പരിമാണാത്മകമായിട്ടുള്ള ഒന്നാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലേ. പഠനത്തിൽ കൂടി കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിന് പഠിതാവിൻ്റെ പഠന പുരോഗതി രേഖപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും അധ്യാപികയുടെ ടീച്ചിങ് മാനുവലിൻ്റെ പ്രതികരണ പേജിലാണ് എന്നാണ് പറയുന്നത്. പ്രക്രിയക്കാണ് ഇവിടെ പ്രാധാന്യം നൽകാറുള്ളത്. സ്വയം മെച്ചപ്പെടലിനും ഇവിടെ സഹായം നൽകി വരുന്നുണ്ട്. മൂല്യനിർണ്ണയം എന്നത് ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് നടക്കുന്ന ഒന്നാണ്. മൂല്യനിർണ്ണയം എന്നുള്ളത് ക്വാളിറ്റേറ്റീവ് അഥവാ ഗുണാത്മകമായിട്ടുള്ള ഒന്നാണ് മൂല്യനിർണ്ണയം എന്നാണ് പറയപ്പെടുന്നത്. പഠിതാവിൻ്റെ പഠന നേട്ടത്തിൻ്റെ നില എത്രത്തോളം എന്ന് നിർണ്ണയിക്കുന്നതിന് സ്ഥാന നിർണ്ണയത്തിന് ടേമിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ പാഠം പഠിപ്പിച്ചു കഴിയുമ്പോഴോ നടക്കുന്ന പരീക്ഷയാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ക്ലാസ് കയറ്റത്തിനുള്ള അർഹതയായിട്ടും മൂല്യനിർണ്ണയം കണക്കാക്കുന്നുണ്ട്. ഇനി എന്താണ് ഗ്രേഡിംഗ് രീതി എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഗ്രേഡിംഗ് രീതി എന്താണ് നമുക്ക് നോക്കാം അല്ലേ. ഗ്രേഡിംഗ് രീതി എന്താണ്? ഗ്രേഡിംഗ് എന്ന പദമുണ്ടായത് ഗ്രാഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അല്ലേ. ഗ്രേഡിംഗ് എന്ന പദമുണ്ടായത് ഗ്രാഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഗ്രാഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പടി അഥവാ സ്റ്റെപ്പ് എന്നാണ്. ഗ്രാഡസ് എന്ന വാക്കിൻ്റെ അർത്ഥം പടി അഥവാ സ്റ്റെപ്പ് എന്നാണ്. ഒരു സ്കോർ ഇടവേളയെ മൊത്തമായി സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഒരു സ്കോർ ഇടവേളയെ മൊത്തമായി സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള സ്കോറിനെ മൊത്തത്തിൽ വിലയിരുത്തി അവയെ ഗ്രേഡുകളാക്കി തിരിച്ച് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുന്നതാണ് ഗ്രേഡിംഗ് സമ്പ്രദായം. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള സ്കോറിനെ മൊത്തത്തിൽ വിലയിരുത്തി അവയെ ഗ്രേഡുകളാക്കി തിരിച്ച് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുന്നതാണ് ഗ്രേഡിംഗ് സമ്പ്രദായം എന്ന് പറയുന്നത്. പഠിതാക്കളുടെ പ്രകടന നിലവാരത്തെ അക്ഷര ഗ്രേഡുകൾ ഉപയോഗിച്ച് ഏതാനും വർഗങ്ങളാക്കി തിരിക്കുന്ന വിലയിരുത്തൽ രീതിയാണ് ഗ്രേഡിംഗ് സമ്പ്രദായം. പഠിതാക്കളുടെ പ്രകടന നിലവാരത്തെ അക്ഷര ഗ്രേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും വർഗങ്ങളാക്കി തിരിക്കുന്ന വിലയിരുത്തൽ രീതിയാണ് ഗ്രേഡിംഗ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഗ്രേഡിങ്ങിൻ്റെ പ്രാഥമിക ധർമ്മം അല്ലെ. ഗ്രേഡിങ്ങിൻ്റെ പ്രാഥമിക ധർമ്മം സിദ്ധിയുടെ അളവ് വ്യക്തമാക്കുക എന്നതാണ് അല്ലെ. ഗ്രേഡിങ്ങിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് സിദ്ധിയുടെ അളവ് വ്യക്തമാക്കുക എന്നതാണ്. ഗ്രേഡിംഗ് സമ്പ്രദായത്തെ നമുക്ക് രണ്ട് തരത്തിലാണ് കണക്കാക്കാൻ സാധിക്കുന്നത് അല്ലെ. ഗ്രേഡിംഗ് സമ്പ്രദായത്തെ നമുക്ക് രണ്ട് തരത്തിലാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ഒന്ന് പ്രത്യക്ഷ ഗ്രേഡിംഗ് അഥവാ ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. പ്രത്യക്ഷ ഗ്രേഡിംഗ് അഥവാ ഡയറക്റ്റ് ഗ്രേഡിംഗ്. രണ്ടാമത്തേത് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് അഥവാ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. രണ്ടാമത്തേത് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ്. പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തി മെറിറ്റ് ലെറ്റർ ഗ്രേഡ് നൽകുന്ന രീതിയെ ആണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തി നേരിട്ട് ലെറ്റർ ഗ്രേഡ് നൽകുന്ന രീതിയെ ആണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് വിലയിരുത്തുന്നത്. ഉത്തരപേപ്പറുകളിൽ മാർക്കിന് പകരം ഗ്രേഡ് നൽകുന്ന രീതിയെ ആണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരപേപ്പറുകളിൽ മാർക്കിന് പകരം ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരപേപ്പറുകളിൽ മാർക്കിന് പകരം ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സർവകലാശാല പോലുള്ള വിപുലമായ പരീക്ഷകൾക്ക് പ്രായോഗികമല്ലാത്ത ഗ്രേഡിംഗ് സമ്പ്രദായമാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സർവകലാശാല പോലുള്ള വിപുലമായ പരീക്ഷകൾക്ക് പ്രായോഗികമല്ലാത്ത ഗ്രേഡിംഗ് സമ്പ്രദായമാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. 3 പോയിന്റ് മുതൽ 5 പോയിന്റ് വരെയുള്ള സ്കെയിലുകളിലാണ് പ്രത്യക്ഷ ഗ്രേഡിംഗിൽ ഉപയോഗിക്കുന്നത്. 3 പോയിന്റ് മുതൽ 5 പോയിന്റ് വരെയുള്ള സ്കെയിലുകളാണ് പ്രത്യക്ഷ ഗ്രേഡിംഗിൽ ഉപയോഗിക്കാറുള്ളത്. പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന സ്കോറിനെ ലെറ്റർ ഗ്രേഡിലേക്ക് മാറ്റുന്ന രീതിയാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിതാവിൻ്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന സ്കോറിനെയാണ് ലെറ്റർ ഗ്രേഡിലേക്ക് മാറ്റുന്ന രീതിയാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് അഥവാ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 5 പോയിന്റ് മുതൽ 9 പോയിന്റ് വരെയുള്ള സ്കെയിലുകളിലാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിങ്ങിന് ഉപയോഗിക്കാറുള്ളത്. 5 പോയിന്റ് മുതൽ 9 പോയിന്റ് വരെയുള്ള സ്കെയിലുകളാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി തലത്തിലെ ഗ്രേഡിങ്ങിന് പൊതുവായി ഉപയോഗിക്കുന്നത് 9 പോയിന്റ് ഗ്രേഡിംഗ് ആണ്. സെക്കൻഡറി തലത്തിലെ ഗ്രേഡിങ്ങിന് പൊതുവായി ഉപയോഗിക്കുന്നത് 9 പോയിന്റ് ഗ്രേഡിംഗ് ആണ്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ അല്ലേ. എന്താണ് പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രേഖകളുണ്ട് അല്ലേ. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രേഖകളുണ്ട്. ഏതെല്ലാമാണ്? നോട്ട് ബുക്ക്, മറ്റ് രചനകൾ, മറ്റ് പഠന തെളിവുകൾ, ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയവയാണ് ഇത്.
അപ്പോൾ നോട്ട് ബുക്ക്, മറ്റ് രചനകൾ, മറ്റ് പഠന തെളിവുകൾ, ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയവയാണ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രേഖകൾ. പഠന തെളിവുകൾ വിലയിരുത്തുന്നതിന് കുട്ടികൾ രൂപപ്പെടുത്തിയ സൂചകങ്ങളാണ് സർഗാത്മക സൃഷ്ടികൾ അഥവാ വർക്ക്ഷീറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രേഖകൾ എന്തെല്ലാമാണ്? നോട്ട് ബുക്ക്, മറ്റ് രചനകൾ, മറ്റ് പഠന തെളിവുകൾ, ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയവയാണ്. പഠന തെളിവുകൾ വിലയിരുത്തുന്നതിന് കുട്ടികൾ രൂപപ്പെടുത്തിയ സൂചകങ്ങൾ, സർഗാത്മക സൃഷ്ടികൾ, വർക്ക്ഷീറ്റുകൾ ഇവയൊക്കെ ഉണ്ട്. ഇതാണ് പോർട്ട്ഫോളിയോ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രേഖകളെന്ന് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോയുടെ ധർമ്മമുണ്ട്. എന്താണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം? പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം. പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്നതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം. പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന സൂചന എന്താണ്? ആശയ വ്യക്തത, ധാരണകളുടെ സ്വാംശീകരണം, അനുയോജ്യമായ രൂപകൽപ്പന, പൂർണ്ണത, തനിമ എന്നിവയാണ് ഇത്. പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന സൂചന, ആശയ വ്യക്തത, ധാരണകളുടെ സ്വാംശീകരണം, അനുയോജ്യമായ രൂപകൽപ്പന, പൂർണ്ണത, തനിമ എന്നിവയാണ് ഈ പറയുന്ന പോർട്ട്ഫോളിയോയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെന്ന് പറയുന്നത്. പാസീസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന LP UP സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ബോധനശാസ്ത്ര പരത്തിൽ ഉള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്